ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾക്ക് മീനിൻ്റെ തലക്കറി തയ്യാറാക്കിയെടുക്കാം. ചിലർക്കൊക്കെ മീൻ കഷ്ണത്തെക്കാളും ഇഷ്ടം മീനിൻ്റെ തലയോടായിരിക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനൊരു ചട്ടിയിലേക്ക് വലിയൊരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ചെറിയുള്ളി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഞരടിയെടുക്കാം. ഈ തലക്കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ വലിയ മീനിൻ്റെ തല വെച്ചിട്ട് കറി വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തലക്കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ ആദ്യം വറവിടേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള തല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മീൻ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് പൊന്തി നിൽക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം കൂടെ തിളച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉപ്പുണ്ടൊക്കെ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ട്. കുറച്ച് സമയം കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വല്ലാതെ അങ്ങോട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട, അങ്ങനെ ആകുമ്പോൾ ആകെ ഉടയും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തള ഒന്ന് നിന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ആകുമ്പോൾ തീ ഓഫ് ചെയ്താലും കുറച്ച് സമയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തിളക്കണതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴായിരിക്കും ഈ വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് ഇതായത് നമുക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള തലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.